പഹൽഗാം ഭീകരവാദികളുടെ ചിത്രം മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നു. അതും ഒരു മലയാളി വിനോദസഞ്ചാരിയുടെ മൊബൈൽ ക്യാമറയിലാണ് അവിചാരിതമായി ഭീകരവാദികളുടെ ചിത്രങ്ങൾ പതിഞ്ഞത്. വെടിവെപ്പുണ്ടായ ദിവസം പഹൽഗാമിൽ സ്വന്തം മകളുടെ ദൃശ്യം പകർത്തുന്നതിനിടെയാണ് വെടിവെപ്പ് നടത്തിയ ഭീകരരുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞത്. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla pat. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla pat. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla patlayan. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla pat. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla pat. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla patlayan. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla pat. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla pat. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla patlayan. Dağlarda sağ or kıyafetimiz yok. O savaş varan dağla. അന്വേഷണ ഏജൻസികൾ ഭീകരരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടതോടെയാണ് മലയാളിയായ ശ്രീജിത്ത് രമേശൻ തന്റെ പക്കലുള്ള ഈ ദൃശ്യങ്ങളുമായി ഒത്തുനോക്കിയത്. കേസ് അന്വേഷിക്കുന്ന NIA അടക്കം ദൃശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഭീകരർ വെടിവെപ്പ് നടത്തിയതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, TG സജിത്ത് നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, വളരെ നിർണായകം കൂടിയാണ് ഈ ആകസ്മികമായി ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ഈ ദൃശ്യം. അതൊരു മലയാളി വിനോദസഞ്ചാരിയുടെ തന്നെ. ഈ വെടിവെപ്പ് നടക്കുന്നതിന് എത്ര സമയം മുൻപ് ഇവരെടുത്ത ദൃശ്യങ്ങളായിരുന്നു ഇത്? വിവരങ്ങൾ എന്താണ് ഇപ്പൊ പുറത്തു വരുന്നത്? അപർണ, ഈ ദൃശ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ പെഹൽഗാം സംഭവത്തിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കത്തിൽ ഒരുപക്ഷെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു തെളിവായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട്. NIAയുടെ പരിഗണനയ്ക്ക് ഈ ദൃശ്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദൃശ്യം പകർത്തിയത് ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീജിത്ത് രമേശൻ എന്നാണ്. അദ്ദേഹവും കുടുംബാംഗങ്ങളും ഒപ്പം ഈ സംഭവ ദിവസം അവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയതാണ്. കാശ്മീരിന്റെ പല സ്ഥലങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. അതിനൊടുവിൽ ഈ സംഭവം നടക്കുന്നതിന് തൊട്ടു മുമ്പായി ആ പ്രദേശത്ത് എത്തി ആണ്. അപ്പോൾ മകളുടെ ഡാൻസ് കളിക്കുന്ന ചിത്രം അദ്ദേഹം മൊബൈലിൽ ക്യാമറയിൽ പകർത്തുകയായിരുന്നു. ആ ക്യാമറയിൽ പകർത്തി അദ്ദേഹം പിന്നീട് മടങ്ങിപ്പോകുന്നു. അതിനുശേഷം അവിടെ വലിയ വെടിവെപ്പും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. അതിനുശേഷമാണ് അന്വേഷണ ഏജൻസികൾ വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഒരുപക്ഷെ നമുക്ക് സ്ക്രീനിൽ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ, ആ സ്റ്റില്ല് കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആളുകളുടെ, സംശയകരമായി തോന്നുന്ന ആളുകളുടെ ഫോട്ടോകൾ പുറത്തുവിട്ടു. അന്വേഷണ ഏജൻസികൾ ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. ഈ ഫോട്ടോയിൽ നിന്നും സംശയം തോന്നിയെ തുടർന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഫോട്ടോയാണ് അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടത്. ഈ ഫോട്ടോ കണ്ടപ്പോൾ ഈ ശ്രീജിത്തിന് സംശയം തോന്നുന്നു, ഇത് തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തപ്പെട്ട ആളുകളല്ലേ എന്ന ഒരു സംശയം തോന്നുന്നു. എന്ന് മാത്രമല്ല, ആ സമയം ഇവരെ പിന്നീട് ഈ മൊബൈൽ ക്യാമറയ്ക്കും അപ്പുറം അവരെ കണ്ടതായ ഓർമ്മ ശ്രീജിത്ത് ഓർത്തെടുക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് ശ്രീജിത്തുമായി ഞാൻ ഫോണിൽ സംസാരിച്ചു.
ശ്രീജിത്ത് എന്നോട് പങ്കുവെച്ച വിവരം അങ്ങനെയാണ്. തുടർന്ന് അദ്ദേഹം തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളും ഈ ചിത്രങ്ങളുമായി ഒത്തുനോക്കി. ഇതോടുകൂടി അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഈ സംശയം സ്വാഭാവികമായും ആ പ്രതികൾ തന്നെയല്ലേ, ആ തീവ്രവാദികൾ തന്നെയല്ലേ തന്റെ മൊബൈൽ ക്യാമറയിലും പെട്ടത് എന്ന സംശയം ഉണ്ടാവുന്നു. ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നമുക്ക് വ്യക്തമാണ്. അതായത് അദ്ദേഹത്തിന്റെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട ചിത്രവും അദ്ദേഹത്തിന്റെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞ ഇവരുടെ ചിത്രവുമായി വളരെ സാമ്യം അദ്ദേഹത്തിന് തോന്നി. തുടർന്ന് അദ്ദേഹം കേസ് അന്വേഷിക്കുന്ന NIA ഓഫീസുമായി ബന്ധപ്പെടുകയും ഈ തന്ത്രപ്രധാനമായ തെളിവുകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുമാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ പെഹൽഗാം സംഭവത്തിന്റെ അന്വേഷണത്തിൽ ഇതാദ്യമായിട്ടാണ് ഈ തീവ്രവാദികൾ അവിടെ വെടിവെപ്പ് നടത്തിയ തീവ്രവാദികളുടെ ദൃശ്യങ്ങൾ പെടുന്നത്, ഇത്ര ക്ലോസ് ആയ ദൃശ്യങ്ങൾ പെടുന്നത് എന്നത് വ്യക്തമാണ്. മറ്റു ദൃശ്യങ്ങളെല്ലാം വിദൂരത്തിൽ നിന്നും ഈ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നത്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഈ പ്രതികളിൽ നിന്ന് സംശയിക്കുന്ന ആളുകളുടെ, ഈ വെടിവെപ്പ് നടത്തിയത് എന്ന് സംശയിക്കുന്ന ആളുകളുടെ ഇത്ര ക്ലോസ് ആയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് എന്ന പ്രത്യേകതകൾ കൂടിയുണ്ട്. ശ്രീജിത്ത് മറ്റു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഒന്ന്, ഈ പോയതിൽ ഒരാൾ അവിടുത്തെ പ്രദേശവാസിയാണെന്ന് സംശയിക്കുന്നു. കാരണം അദ്ദേഹം ഈ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സൊന്നും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം പ്രദേശവാസിയാണ്, ആ കാലാവസ്ഥയുമായി പരിചിതമായ ആളാണ് എന്ന് മാത്രമല്ല അവിടെ 100 രൂപയാണ് എൻട്രി ഫീ. ഈ 100 രൂപ എൻട്രി ഫീ കൊടുത്ത് അവിടെ ഒരു പ്രദേശവാസി കടക്കാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെ സംശയകരമായ സാധ്യതയിലേക്ക് നിരവധി അദ്ദേഹത്തിന് തന്നെ നമ്മുടെ സാമാന്യ യുക്തിക്ക് തന്നെ തോന്നുന്ന രീതിയിലേക്ക് നിരവധി തെളിവുകളും വരുന്നുണ്ട്. എന്തായാലും അന്വേഷണ ഏജൻസികൾ വളരെ ഗൗരവമായി തെളിവുകൾ പരിശോധിക്കുന്നു എന്ന് തീർച്ചയായിട്ടും സജിത്ത് വിവരങ്ങൾ. ഇപ്പോൾ ശ്രീജിത്ത് രമേശൻ തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, നിങ്ങളുടെ ക്യാമറയിൽ വളരെ ആകസ്മികമായി പകർത്തിയ ദൃശ്യങ്ങൾ അത് വളരെ നിർണായകമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്? പ്രദേശവാസികൾ സ്വാഭാവികമായിട്ടൊക്കെ ഇങ്ങനെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പെടാറുണ്ട്. ഈ ഫോട്ടോ വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു സംശയം തോന്നിയോ? ഇവര് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റമോ മറ്റോ ഇവരെ നേരിട്ട് കണ്ട സമയത്ത് ഉണ്ടായിരുന്നോ? ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ 18-ാം തീയതി പേൽഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെസ്റ്റേൺ വാലി പോയിരുന്നായിരുന്നു. ആ സ്പോട്ടിലായിരുന്നു 22-ാം തീയതി ഫയറിംഗ് നടന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയത് 18th ഏപ്രിൽ എന്നാണ് നമ്മൾ അവിടെ എത്തിച്ചേർന്നത്. അത് കഴിഞ്ഞിട്ട് ആ ബൈസ്രൻ വാലി അല്ലെ ആ പേൽഗാവിന്റെ ആ സ്പോട്ടിൽ നിന്ന് ഒരു 7.5 കിലോമീറ്റർ ദൂരെ ആ ബേതാബ് വാലി എന്ന് പറഞ്ഞൊരു വാലി ഉണ്ട്. ഞങ്ങൾ ആ വാലി പോയിട്ട് അവിടുത്തെ സീനറി എല്ലാം കണ്ട് ഈ പറഞ്ഞ പോലെ എന്റെ 6 വയസ്സുള്ള കൊച്ചിന്റെ ഒരു വീഡിയോ ഡാൻസിന്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ 2 പേര് അവിടുന്ന് കടന്ന് ഫ്രെയിമിലേക്ക് വരുന്നത്. അപ്പോൾ ഒരാൾ ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമ്മളൊന്ന് ഡിസ്ട്രാക്ട് ആവും. അപ്പം ഡിസ്ട്രാക്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അവളെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് നോർമലായിട്ട് നിന്ന്, വേറെ സസ്പീഷ്യസ് ആയിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ശ്രീനഗറിൽ 22-ാം തീയതി വരുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ഫയറിംഗ് നടന്നു, ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾറെഡി ഫ്ലൈറ്റ് കയറി ജമ്മുവിലേക്ക് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റി ഏജൻസീസ് പുറത്തുവിട്ട 4 ഭീകരകൾ അല്ലെങ്കിൽ ടെററിസ്റ്റിന്റെ ഫോട്ടോസ് കണ്ടപ്പോൾ ഇതിൽ 2 പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ട് ഞാനും വൈഫും കൂടെ രാത്രിയിൽ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം സ്കാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് ആ 2 പേരെ കണ്ട്. ഇപ്പം ഈ പറയുന്ന പോലെ അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ഹെയർ സ്റ്റൈൽ, സ്ട്രക്ചർ എല്ലാം നോക്കുമ്പോഴത്തേക്ക് 100% മാച്ച്. പിന്നെ ഫേസ് ഞങ്ങൾ അത്ര എടുത്തുകൊണ്ട് കണ്ട കാരണം വീഡിയോ കാണുന്ന പോലെയല്ല, ഡെഫിനറ്റ്ലി ഈ 2 പേര് തന്നെ ആയിരുന്നു. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ ഒരു 100 രൂപ എൻട്രി കൊടുത്ത് ഒരിക്കലും ഒരു ലോക്കൽ അകത്ത് വരത്തില്ല. അതിന് ഒറ്റ എൻട്രിയും എക്സിറ്റേ ഉള്ളൂ. അപ്പൊ ആ ഡൗട്ട് വെച്ചിട്ട് നമ്മൾ അത് NIAക്ക് കൈമാറുകയും NIA പറഞ്ഞ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയച്ചിട്ട് അവരുടെ ഇനിയുള്ള എൻക്വയറിക്ക് വെയിറ്റ് ചെയ്യുക. ശ്രീത്, അവിടെ മറ്റ് ഇവർ 2 പേരാണല്ലോ നിങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞതും. കൂടുതൽ ആൾക്കാർ ആ ഒരു ഗ്യാങ് ആയിട്ടോ മറ്റോ കണ്ടിരുന്നു? അതായത് ആയുധധാരികളല്ലല്ലോ അവരിപ്പോഴും, ആയുധം അതല്ലാതെ ഒരു മറ്റെന്തെങ്കിലും തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ കൂടുതൽ ഒരു ഗ്യാങ്ങോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ സമയത്ത്? ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു റെയിനി സീസൺ ആയിട്ടെന്ന് പറഞ്ഞാൽ മഴ പെയ്തൊരു സമയമായിരുന്നു. അപ്പൊ ഇവര് ഈ ഷൂട്ട് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2:38 നമ്മളിത് ഷൂട്ടിംഗ് ചെയ്തത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ പേൽഗാവിൽ നടന്ന 22-ാം തീയതിയുടെ ഷൂട്ടിങ്ങും 2:45-3 ഇടയ്ക്കായിരുന്നു. അപ്പം അതുകൊണ്ട് 100% ഡൗട്ട് ഉണ്ട് ഇവർ അവിടെ വന്നിട്ട് ഏരിയ സ്കാൻ ചെയ്യുകയും എവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡി ചെയ്യാൻ വേണ്ടി വന്നതായിട്ടുള്ള ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നമ്മളൊരു 10-600 ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി വീഡിയോസും ഫോട്ടോസും നോക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഇനിയും ക്ലൂ കിട്ടുവാണെങ്കിൽ ഈ ഓൾറെഡി നമ്മൾ NIA വിളിച്ച് സംസാരിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അവർ തന്നെ ഓഫീഷ്യൽസിന് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ ബാക്കി 1000-600 വീഡിയോസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ആ ഏരിയയില്. അവിടെ എവിടെയെങ്കിലും വേറെ സസ്പെക്ട് ആയിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൈമാറും. ഒരു കാര്യം കൂടെ, ഇതിപ്പം വളരെ യാദൃശികമായിട്ട് കിട്ടിയതാണെങ്കിലും ഇവര് ഒക്കെ ടൂറിസ്റ്റുകളോട് ഇന്ററാക്ട് ചെയ്യുന്നോ മറ്റോ ഉണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവര് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഓർമ്മയില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ബാക്കി വീഡിയോസിൽ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ വരുന്ന 24 hours നമ്മൾ അത് മൊത്തം ഇരുന്ന് സ്കാൻ ചെയ്തു. ബിക്കോസ് ഇതൊരു നാഷണൽ സെക്യൂരിറ്റി ആയ ഒരു ത്രെറ്റ് ആയ കാരണം ഡെഫിനറ്റ്ലി അതിനുവേണ്ടി നമ്മൾ സമയം മാറ്റി വെച്ച് അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഇനിയും ക്ലൂ കിട്ടുവാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മളത് വേണ്ട ഏജൻസിക്ക് കൈമാറി. ഓക്കെ, വളരെ നന്ദി ശ്രീജിത്ത് രമേശൻ. ഒരു മലയാളി പകർത്തിയ ക്യാമറയിലെ ദൃശ്യങ്ങൾ കൂടിയാണ് അത് ഏറെ നിർണായകമായി മാറാൻ പോകുന്നത്. വീണ്ടും ടി.ജി. സജിത്തിലേക്ക്. സജിത്ത്, അതായത് ആയുധധാരികളല്ലാത്ത അവരുടെ രൂപമാണ് കാണുന്നത്. ഇത് വളരെ പ്രീ പ്ലാൻഡ് ആണ്. നേരത്തെ വന്ന് ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കൃത്യമായ രീതിയിൽ, ഒരു പക്ഷേ ഇവരുടെ കയ്യിൽ തന്നെ ഇനിയുള്ള കൂടുതൽ ഫോട്ടോകളും വീഡിയോകളും വരുമ്പോൾ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ? ആരൊക്കെ സഹായം കൊടുത്തു?